പാലക്കാട് കേരളത്തിന്റെ നെല്ലറയായ ഗ്രാമഭംഗിയുടെ കാര്യത്തിൽ ഫേമസ് ആയ നമ്മുടെ പാലക്കാടാണ് ഈ പ്രാവശ്യത്തെ ട്രാവൽ സ്റ്റോറി. നമ്മുടെ കൊല്ലങ്കോട് ഏരിയയിലെ നെൽപ്പാടങ്ങളൊക്കെ കണ്ട് നെല്ലിയാമ്പതി മലയുടെ താഴെയുള്ള സീതാർകുണ്ട് വാട്ടർഫോൾസിലേക്ക് പോയി ഒരു കുളിയൊക്കെ കഴിഞ്ഞ് മലമ്പുഴ ഡാമിലേക്ക് വന്ന് ഇവിടുത്തെ കേബിൾ കാറൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതാണ് ഈ പ്രാവശ്യത്തെ കഥ. പിന്നെ നമ്മുടെ പുതിയ ബൈക്കും ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്നാ യാത്ര തുടങ്ങാം. നേരം പരപരാന്ന് വെളുത്തു വരുന്നേ ഉള്ളൂ. നമ്മുടെ കോട്ട മൈതാനത്തിനടുത്തുള്ള മിൽമ ബൂത്താണ് സ്ഥലം. ആരോഗ്യ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ ബോധവാന്മാരായിട്ട് രാവിലെ നല്ല സ്പീഡിൽ നടന്ന് കലോറി കുറയ്ക്കുന്നവർ ഒരു വശത്ത്, ഓരോ ചായയും കുടിച്ച് കലോറി കൂട്ടുന്നവർ മറ്റേ സൈഡിൽ. രാവിലെ ഇവിടുത്തെ മിൽമ ബൂത്തിൽ നിന്നൊരു ചായ പാലക്കാട് കോട്ടയുടെ ഏരിയയിലുള്ളവരുടെ ഒരു ശീലമാണ്. അപ്പൊ പിന്നെ ഒരു ചായ കുടിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. ഒരു ചായ ഒരു ചായയും കുടിച്ച് നമ്മൾ പാലക്കാട് കോട്ടയുടെ അകത്തേക്ക് കയറുകയാണ്. പാലക്കാട് നിന്ന് എങ്ങോട്ട് യാത്ര തുടങ്ങിയാലും ടിപ്പു സുൽത്താന്റെ കോട്ടയിൽ നിന്ന് തുടങ്ങുക എന്നുള്ളത് കാലങ്ങളായിട്ടുള്ള ഒരു ശീലമാണ്. സഞ്ചാരി പാലക്കാട് യൂണിറ്റ് മിക്ക ട്രിപ്പും തുടങ്ങുന്ന സ്ഥലമാണ് ഈ കോട്ട. അപ്പോൾ ഈ കോട്ടയിൽ ഒന്ന് കയറിയിട്ട് വരാം. ഈ കോട്ടയിൽ കയറാൻ 10 രൂപയുടെ ടിക്കറ്റ് എടുക്കണം. പക്ഷേ രസം എന്താണെന്ന് ചോദിച്ചാൽ ഇതിനകത്ത് രാവിലെ ജോഗിങ്ങിനൊക്കെ പബ്ലിക്കിന് ഓപ്പൺ ആയതുകൊണ്ട് രാവിലെ 8 മണി വരെ ഫ്രീ എൻട്രൻസ് ആണ്. പിന്നെ കോട്ടയ്ക്കകത്തൊരു ഗണപതി ക്ഷേത്രവും താലൂക്ക് ഓഫീസും ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പോകാനുള്ളവർക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല. ആയിരത്തി 1766 മൈസൂർ രാജാവായിരുന്ന ഹൈദരാലി പണിത ഈ കോട്ട പിന്നീട് ടിപ്പു സുൽത്താന്റെയും ബ്രിട്ടീഷുകാരുടെയൊക്കെ പ്രധാന താവളമായിരുന്നു. പണ്ട് ഇതിനകത്ത് ഒരു സബ് ജയിലൊക്കെ ഉണ്ടായിരുന്നത് ഇപ്പൊ മലമ്പുഴയിലേക്ക് മാറ്റി. സാധാരണ മിക്ക കോട്ടകളിലൊക്കെ കാണുന്ന പോലെ തന്നെ ഒറ്റക്കല്ലിൽ ഉണ്ടാക്കിയ തൂണുകളും വലിയ കൊത്തുപണികളുള്ള കല്ലുകളൊക്കെ ഇവിടെയും കാണാം. കോട്ടയുടെ ചുറ്റും ഇങ്ങനെ വലിയ കിടങ്ങുണ്ടാക്കി അതിൽ മുതലകളെ വളർത്തുന്നുണ്ടായിരുന്നു അത്ര പണ്ട്, ശത്രുക്കൾ ഇപ്പുറം കിടക്കാതിരിക്കാനുള്ള ഒരു ഐഡിയ. ഈ കിടങ്ങിനോട് ചേർന്ന് റൗണ്ടിൽ ഒരു വാക്ക് വേ ഇപ്പൊ പുതിയതായിട്ട് പണിതിട്ടിട്ടുണ്ട്. ഇതിൽ രാവിലെ ജോഗിങ്ങിനൊക്കെ വരുന്നവർ ഇഷ്ടം പോലെയാ. പാലക്കാട് ടൗണിൽ തന്നെ ഇങ്ങനെ വർക്കൗട്ടൊക്കെ ചെയ്യാൻ പറ്റിയ ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലം വേറെ ഇല്ല. അല്ല, ഈ കോട്ടയോട് ചേർന്ന് തന്നെ ഒരു മൈതാനമുണ്ട്, കോട്ട മൈതാനം. ടിപ്പു സുൽത്താന്റെ കാലത്ത് കുതിരകളെയും ആനയൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ മൈതാനം ഇപ്പൊ പാലക്കാട് നടക്കുന്ന വലിയ പ്രോഗ്രാംസിന്റെ ഒക്കെ ഒരു പ്രധാന വേദിയാണ്. അപ്പോൾ ടൗണിൽ നിന്നും അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നിൽക്കാതെ നേരെ ഗ്രാമങ്ങളിലേക്ക് പോവാണ്. ഓട്ടോറിക്ഷ പോലെ സൈസുള്ള ഒരു വലിയ വണ്ടിയിലാണ് യാത്ര. ക്യാമറയിൽ ഒരു വലിയ വണ്ടി പോലെ തോന്നുമെങ്കിലും അത്രയ്ക്കൊന്നുമില്ല കേട്ടോ. അപ്പോൾ രാവിലെ ഒരു ചായ മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പാലക്കാട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ഓർക്കുമ്പോഴേ മനസ്സിൽ വരെ രാമശ്ശേരി ഇഡ്ഡലിയാണ്. അപ്പോൾ നേരെ രാമശ്ശേരിക്ക് വിടാം. അങ്ങനെ നമ്മൾ രാമശ്ശേരി എത്തി. ഇത്രേ ഉള്ളൂ രാമശ്ശേരി എന്ന ഗ്രാമം. ശരിക്കും ഈ രാമശ്ശേരി ഇഡ്ഡലി എന്നത് ഒരു റെസ്റ്റോറൻറ്റിലോ വീട്ടിലോ മാത്രം കിട്ടുന്ന ഒരു സാധനമല്ല. ഇവിടെയുള്ള എല്ലാ റെസ്റ്റോറൻറ്റിലും ചായക്കടയിലും ഒക്കെ രാമശ്ശേരി ഇഡ്ഡലി മേടിക്കാൻ കിട്ടും. പഴമയുടെ ആഢ്യത്വം നിലനിർത്തുന്ന മച്ചൊക്കെയുള്ള ഈ ഓടിട്ട വീട് കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. അകത്ത് കയറി ഇഡ്ഡലി വന്നു. ഇഡ്ഡലി മാത്രം പറഞ്ഞെങ്കിലും കൂടെ വടയും വന്നു. ഈ ഇഡലി കണ്ടിട്ട് ദോശയാണല്ലോ എന്ന് തെറ്റിദ്ധരിക്കണ്ട. ഇങ്ങനെ ദോശയുടെ ഷേപ്പിൽ ഉണ്ടാക്കുന്ന ഇഡലിയാണ് രാമശ്ശേരി ഇഡലി. ആവശ്യത്തിന് ചട്നിയും എടുത്തൊഴിച്ച് എരിവുള്ള ആ ചട്നിയിൽ മുക്കി ഒരു കഷ്ണം ഇഡലി കഴിച്ചപ്പോൾ ആഹാ. പിന്നെ ഇഡലിപ്പൊടിയും കിട്ടും കേട്ടോ ഇവിടെ. ചട്നിയും ഇഡലിപ്പൊടിയും കൂടെ ആകുമ്പോൾ രാമശ്ശേരി ഇഡലി പൊളിയാണ്. പക്ഷെ ഈ ഇഡലി കഴിക്കാൻ വേണ്ടിയിട്ട് അടുത്ത ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ വരട്ടെ. കാരണം സാധാരണ കഴിക്കുന്ന ഇഡലിയുടെ ടേസ്റ്റ് തന്നെ എനിക്ക് തോന്നിയുള്ളൂ. ഷേപ്പിലൊരു വ്യത്യാസം ഉണ്ടെന്ന് മാത്രം. അങ്ങനെ ഒരുപാട് കേട്ടിട്ടുള്ള രാമശ്ശേരി ഇഡ്ഡലിയും കഴിച്ച് നമ്മൾ മുമ്പോട്ട് പോവാണ്. ഇനി നമ്മുടെ ലക്ഷ്യം ഈ രാവിലത്തെ സൺലൈറ്റിൽ പാലക്കാടൻ നെൽപ്പാടങ്ങളുടെ ഭംഗി കാണലാണ്. ഏത് സമയത്തും പച്ച പിടിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നത് നമ്മുടെ കൊല്ലങ്കോട് ആയതുകൊണ്ട് നേരെ അങ്ങോട്ടാണ് യാത്ര. സൂര്യൻ ഉദിച്ചു വരുമ്പോഴുള്ള ഗോൾഡൻ ലൈറ്റിൽ കൃഷിത്തോട്ടങ്ങളൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. ഈ നെൽപ്പാടങ്ങളുടെ ഇടയിൽ ഒരു കുടിലുള്ളതിനെ കുടിലിടം എന്നാ പറയാ. പാടത്തെ പണിക്കാർക്കൊക്കെ ഇടയ്ക്ക് വിശ്രമിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഈ കുടിലിടം. ഇതിന്റെയൊക്കെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അല്ല, ഇതിൻ്റെതല്ല, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന മിക്ക സ്ഥലത്തിന്റെയും ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. കേരളത്തിന്റെ നെല്ലറ പാലക്കാടാണോ കുട്ടനാടാണോ എന്നുള്ള സംശയം ഇപ്പോഴും പലർക്കും ഉണ്ടാവും. അതിന്റെ ശരിയായ ഉത്തരം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ശരിക്കും കുട്ടനാടാണ്. പക്ഷെ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം പാലക്കാടാണ്. അതാണ് വ്യത്യാസം. ഭൂപ്രകൃതി കൊണ്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ് പാലക്കാടും ആലപ്പുഴയും. കുന്നും മലകളും ഒക്കെയുള്ള വരൾച്ചയുള്ള ഒരു സ്ഥലമാണ് പാലക്കാട്. എന്നാൽ സമുദ്രനിരപ്പിനേക്കാൾ താന്നു കിടക്കുന്ന ഇഷ്ടം പോലെ വെള്ളമുള്ള മലകളും കുന്നുകളും കാടുകളും ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്
ആലപ്പുഴ. പക്ഷെ രണ്ട് ജില്ലയിലും എവിടെ നോക്കിയാലും ഇങ്ങനെ നെൽപ്പാടങ്ങളും തെങ്ങും ഒക്കെ ഇഷ്ടം പോലെ കാണാം. ചില സ്ഥലങ്ങളൊക്കെ കണ്ടാൽ കുട്ടനാടാണോ പാലക്കാടാണോ എന്ന് പോലും മനസ്സിലാവില്ല. ഇതുപോലെ കർഷകരെയൊന്നും ഇന്നത്തെ കാലത്ത് നമ്മുടെ കേരളത്തിൽ കാണാനേ പറ്റാറില്ല. ഇവര് നെല്ലിന് വളമിടുകയാണെന്ന് തോന്നുന്നു, മിക്കവാറും യൂറിയ ആയിരിക്കും. ശരിക്കും ഇങ്ങനെ പാലക്കാടിന്റെ ഭംഗിയെ കാണിക്കാൻ എനിക്ക് നല്ല ഇൻട്രസ്റ്റ് ആണെന്ന് മാത്രമല്ല, ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് എനിക്ക് പാലക്കാട്. ഇവിടെ ജനിച്ചു വളർന്ന ഒരു പാലക്കാടുകാരനായതുകൊണ്ട് എത്ര കണ്ടാലും ഈ പാലക്കാടൻ ഭംഗി എനിക്ക് മടുക്കില്ല. ദേ ആ നേരെ മുമ്പിൽ കാണുന്നത് നെല്ലിയാമ്പതി മലകളാണ്. ഈ കൊല്ലങ്കോടിന്റെ പ്രധാന പ്രത്യേകതയും അതാണല്ലോ. രണ്ട് സൈഡും നെൽപ്പാടങ്ങളും ഇടയിൽ തെങ്ങും കരിമ്പനകളും അതിനൊക്കെ അതിര് വിരിച്ച് ഒരു വലിയ മലയും. നമ്മുടെ നെല്ലിയാമ്പതി സ്റ്റോറിയിൽ നമ്മൾ സീതാർകുണ്ട് വ്യൂ പോയിന്റ് പോയില്ലേ, അത് ആ കാണുന്ന മലയുടെ മുകളിലായിരുന്നു. അന്ന് അവിടുന്ന് നമ്മൾ ഈ നിൽക്കുന്ന നെൽപ്പാടങ്ങളൊക്കെ സൂം ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണത്ര ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള ഗ്രാമങ്ങളിൽ ഒന്നായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കൊല്ലങ്കോടൻ ഗ്രാമങ്ങൾ. ആ കാണുന്ന മലയിൽ നോക്കിയാൽ നമുക്കൊരു വെള്ളച്ചാട്ടം കാണാം. അതാണ് സീതാർകുണ്ട് വാട്ടർഫോൾസ്. അത് ഫോറസ്റ്റിനകത്താണ്. അവിടം വരെ പോകാൻ പറ്റില്ലെങ്കിലും ആ വെള്ളം ഒഴുകി വരുന്ന അതിന് താഴെയുള്ള ഒരു സ്പോട്ടിലേക്ക് നമുക്ക് പോകാൻ അലൗഡാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയി നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന് താമരപ്പാടം എന്നാണ് പറയുന്നത്. കൊല്ലംകോട്ടെ നെൽപ്പാടങ്ങളിൽ ഏറ്റവും ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ താമരപ്പാടം ഏരിയ. ഇവിടെ തെങ്ങല്ല, കരിമ്പനകളാണ് മൊത്തം. നെൽപ്പാടങ്ങളുടെ ഇടയിൽ ഇങ്ങനെ കരിമ്പനകൾ നിൽക്കുന്ന കാഴ്ച ഈ പാലക്കാട് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഇങ്ങനെ ഒരുപാട് പനകൾ ഉള്ളതുകൊണ്ട് തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ പനങ്കള്ള് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയും ഈ പാലക്കാടാണ്. ഈ ലെഫ്റ്റ് സൈഡിലുള്ള വീട് ആക്ച്വലി ഇതൊരു വീടല്ല, ഇത് കളവാണ്. കൃഷിക്കുള്ള ആയുധങ്ങളും വളവും കലപ്പയൊക്കെ സൂക്ഷിക്കുന്ന സ്ഥലം. നമ്മുടെ നെല്ലിയാമ്പതി വീഡിയോയിൽ 6ാമത്തെ മിനിറ്റിൽ മലയുടെ മുകളിൽ നിന്ന് സൂം ചെയ്ത് കാണിക്കുന്ന വീടാണിത്. ഈ വഴി നേരെ അങ്ങ് പോകുമ്പോഴാണ് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിലെത്തുക. വരുന്ന വഴിക്ക് പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞ് പല സ്ഥലത്തും ബോർഡൊക്കെ കാണാം. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പാർക്കിംഗ് ഏരിയ എന്ന സ്ഥലത്ത് എത്തി വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോവാണ്. പാർക്കിംഗ് ഫീ അല്ലാതെ ഇവിടെ വേറെ ടിക്കറ്റ് ഒന്നും എടുക്കണ്ട. ഒരു 15 മിനിറ്റ് ഇങ്ങനെ കാടിനകത്ത് കൂടെ നടന്നാൽ നമുക്ക് നേരെ വെള്ളച്ചാട്ടത്തിലെത്താം. ഇവിടെയൊക്കെ കംപ്ലീറ്റ് കുത്തിയൊലിച്ച് വെള്ളം വന്നുകൊണ്ടിരുന്ന സ്ഥലമാണ്. പക്ഷേ ഈ ഓഗസ്റ്റിലും കഴിഞ്ഞ ഒരു മാസമായിട്ട് മഴ പെയ്യാത്തതുകൊണ്ട് വെള്ളം തീരെ കുറവാണ്. ശരിക്കും ഓഗസ്റ്റ് മാസത്തിലൊക്കെ മലവെള്ളം വരുന്ന പോലെ കുത്തിയൊലിച്ച് വെള്ളം ഒഴുകേണ്ട സ്ഥലമാണ് ഇതൊക്കെ. പിന്നെ ഇവിടെ കാട്ടാനയുടെ സാന്നിധ്യമൊക്കെ ഉള്ള ഏരിയ ആയതുകൊണ്ട് അവിടെ പാർക്കിംഗ് ഏരിയയിൽ തന്നെ ചോദിച്ച് ആനയൊന്നും ഇറങ്ങിയിട്ടില്ലല്ലോ എന്ന് ഉറപ്പാക്കിയിട്ട് കയറിയാൽ മതി കേട്ടോ. നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിന് അടുത്ത് എത്തിയപ്പോഴേക്കും വെയിലും ചൂടും ഒക്കെ കൂടി തുടങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിലും നെല്ലിയാമ്പതി മലയിൽ നിന്ന് ഒഴുകി വരുന്ന ഈ വെള്ളത്തിന് നല്ല തണുപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ മരങ്ങളുടെയൊക്കെ ഇടയിൽ നിൽക്കുമ്പോഴേ നമുക്ക് ആ വെള്ളത്തിന് തണുപ്പ് ഫീൽ ചെയ്യും. പുഴയിൽ പല സ്ഥലത്തും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നെങ്കിലും ഇതിൽ മീനുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ലായിരുന്നു. പരൽമീൻ പോലെയുള്ള ചെറിയ മീനായിരുന്നെങ്കിലും ഈ വെള്ളത്തിന്റെ ക്ലിയറും മീനും ഒക്കെ ആയപ്പോൾ ഒരു പ്രത്യേക ഭംഗി. ശരിക്കും നമ്മൾ ആ മലയുടെ മുകളിൽ കണ്ട പോലെയുള്ള വലിയ വെള്ളച്ചാട്ടമൊന്നും ഇവിടുന്ന് കാണാൻ പറ്റില്ല. ഇതുപോലെ ചെറിയൊരു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാൻ പറ്റുള്ളൂ. ഇതാണ് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാൻ പറ്റുന്ന ഒരു പ്രധാന സ്ഥലം. ശരിക്കും ഈ ഒരു കുളം പോലത്തെ സ്ഥലത്തിന്റെ അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആയതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്നാണ് റൂള്. മാത്രമല്ല ആനയുടെയൊക്കെ സാന്നിധ്യം ഉണ്ടാവാൻ ചാൻസ് ഉള്ളതുകൊണ്ട് റിസ്ക് ആണ്. നമുക്ക് ഇവിടെ ഇറങ്ങി സമാധാനമായിട്ട് നീന്തി കുളിച്ച് തിരിച്ചു പോരാം. പാലക്കാടൻ കാഴ്ചകളൊക്കെ ഇനിയും ഒരുപാട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് അധികം ടൈം ഇവിടെ തന്നെ സ്പെൻഡ് ചെയ്യാതെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ തന്നെ നമുക്കൊരു പഴയ തറവാട് വീട് പോലത്തെ ഒരു സെറ്റപ്പ് കാണാം. പത്തായപ്പുരയാണത്. നെല്ലും തേങ്ങയും കൃഷി സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം. അല്ല, സൂക്ഷിച്ചു വെച്ചിരുന്ന സ്ഥലം എന്നല്ല, ഇപ്പോഴും പത്തായപ്പുര തന്നെയാണ്. ഇവിടെ ഒരു കാര്യസ്ഥനും ഉണ്ടാവും. പുള്ളിയോട് പെർമിഷൻ ചോദിച്ചാൽ ഇങ്ങോട്ട് കയറാനും ഫോട്ടോ എടുക്കാനും ഒക്കെ സമ്മതിക്കും. അല്ലെങ്കിലും ഈ പാലക്കാടൻ ഗ്രാമീണരെന്ന് പറഞ്ഞ പഞ്ചപാവം മനുഷ്യരാണ്. ഈ പഴയ മനകളൊക്കെ പോലെ ഒറ്റ നോട്ടത്തിൽ തന്നെ പാലക്കാടൻ ഭംഗി എടുത്തു കാണിക്കുന്ന ഒരു പത്തായപ്പുര.
ഈ കൊല്ലങ്കോട് തന്നെയുള്ള ഫേമസ് ആയ ഒരു ചായക്കടയുണ്ട്, ചെല്ലൻ ചേട്ടന്റെ ഓല മേഞ്ഞൊരു ചായക്കട. നമുക്ക് അവിടെ നിന്ന് പോയിട്ട് വരാം. രാവിലെ രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചാണെങ്കിലും അത് കഴിഞ്ഞ് കുറച്ച് നടന്ന് വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി ക്ഷീണിച്ചതല്ലേ, എന്നാ പിന്നെ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ടാവാം യാത്ര. നമ്മൾ കണ്ട ആ കരിമ്പനയുടെ പട്ടയൊക്കെ വെട്ടി എല്ലാ വർഷവും മേഞ്ഞ് മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് ഈ ചായക്കട. ആൾക്കാരൊക്കെ കുറെ വരുന്നുണ്ടെന്ന് വെച്ച് കട വലുതാക്കാനോ മോടി പിടിപ്പിക്കാനോ ഒന്നും പുള്ളിക്ക് പ്ലാനൊന്നുമില്ല. ഉള്ളിവടക്കുള്ള സാധനങ്ങളാണോ അരിയുന്നതെന്ന് അറിയില്ല, പച്ചമുളകൊക്കെ നന്നായിട്ട് അരിഞ്ഞു കൂട്ടുന്നുണ്ട്. ഞാൻ എന്തായാലും 2 ഇഡ്ഡലി പറഞ്ഞു. പതുക്കെ ഇരുന്ന് ഇഡ്ഡലിയും കഴിച്ച് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ പാലക്കാടിന്റെ പ്രധാന ടൂറിസ്റ്റ് അട്രാക്ഷനായ മലമ്പുഴ ഡാം. പക്ഷെ മലമ്പുഴ ഡാം മൊത്തത്തിൽ കറങ്ങാനൊന്നും ഇപ്പൊ പ്ലാൻ ഇല്ല. മാത്രമല്ല ഈ ഉച്ചയ്ക്ക് നല്ല ചൂടുമാണ്. ഇവിടെ വരുന്നവർ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സംഗതിയാണ് ഇവിടുത്തെ കേബിൾ കാർ. അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. ഇതാണ് ഇൻസ്ട്രക്ഷൻസ്. ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അങ്ങനെ അകത്ത് കയറി ടിക്കറ്റ് എടുത്ത് യാത്ര തുടങ്ങി. നമ്മൾ മലയാളികൾക്ക് കേബിൾ കാർ എക്സ്പീരിയൻസ് ചെയ്യാൻ കേരളത്തിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഈ മലമ്പുഴ കേബിൾ കാർ പാലക്കാട് ടൂറിസത്തിന് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അതും ടിക്കറ്റിന് വെറും 71 രൂപയുള്ളൂ കേട്ടോ. ഈ 1 രൂപയുടെ കണക്ക് എന്താണെന്ന് അറിയില്ല, വില ടാക്സ് വരിക്കും. എന്നാലും 71 രൂപയ്ക്ക് ഇതൊരു മെമ്മറബിൾ എക്സ്പീരിയൻസ് ആണ്. ഇതാണ് മലമ്പുഴ ഗാർഡൻ. ശരിക്കും ഇവിടെയൊക്കെ ഫുൾ പച്ചപ്പുള്ള സ്ഥലമാണ്. പക്ഷെ എന്താണാവോ ഇപ്പൊ അത്ര പച്ചപ്പൊന്നും കാണാനില്ല. ഈ മലമ്പുഴ ഡാമിന്റെ താഴെയുള്ള ഗാർഡൻ മൊത്തം നടന്നു കാണല് കുറച്ചൊന്നും സമയം പോരാ. അപ്പോൾ അതിനൊക്കെ എത്രയോ ബെറ്റർ ആണ് ഈ കേബിൾ കാർ എന്ന ഓപ്ഷൻ. ആ കാണുന്നതാണ് മലമ്പുഴ ഡാമിന്റെ ഷട്ടർ. ഇപ്പൊ ക്ലോസ്ഡ് ആണ്. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് രാത്രിയൊക്കെ കളർ ലൈറ്റ് ഒക്കെ ഇട്ട് നല്ല ഭംഗിയാ കാണാൻ. അങ്ങനെ നമ്മൾ ഈ അറ്റത്തെത്തി. ആ കാണുന്ന വീലിൽ തിരിഞ്ഞ് നമ്മൾ അങ്ങോട്ട് തന്നെ പോകും. ഈ കേബിൾ കാർ ഫുൾ ടൈം തിരിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ആൾക്കാർ ഇറങ്ങാൻ വേണ്ടിയിട്ടോ കയറാൻ വേണ്ടിയിട്ടോ നിർത്തുമൊന്നുമില്ല. ഇത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കയറണം. പക്ഷെ പേടിക്കാനൊന്നുമില്ല, 2 സെക്കൻഡോളം ടൈം കിട്ടും, നമുക്ക് സേഫ് ആയിട്ട് തന്നെ കയറാം. ഇതാണ് മലമ്പുഴയിലെ തൂക്കുപാലം. 2 ആൾക്കാർക്ക് നടന്നു പോകാനുള്ള വീതിയുള്ളൂ, പക്ഷെ നല്ല ഭംഗിയാണിത്. അതിനൊന്നും വേറെ ടിക്കറ്റ് ഒന്നുമില്ല കേട്ടോ. മലമ്പുഴ ഡാമിൽ കയറാനുള്ള ചെറിയൊരു എൻട്രൻസ് ടിക്കറ്റ് മാത്രം എടുത്താൽ മതി. പിന്നെ ഇത് പ്രത്യേകം പറയണ്ടല്ലോ അല്ലെ, മലമ്പുഴയിലെ വിശ്വവിഖ്യാതമായ യക്ഷി കാനായി കുഞ്ഞിരാമന്റെ 1969 നിർമ്മിച്ച 30 അടി ഉയരമുള്ള കലാസൃഷ്ടി. ഇവിടെ അധികം ടൈം സ്പെൻഡ് ചെയ്യാതെ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. മിക്കവാറും ഇത്രയും നാള് കൊല്ലങ്കോട് എന്ന് പറഞ്ഞു വന്ന ആൾക്കാരൊക്കെ വരാൻ ചാൻസ് ഉള്ള വേറൊരു സ്ഥലം. എന്തായാലും അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കഞ്ഞി കുടിച്ചിട്ട് പോവാം. പാലക്കാട് പിന്നെ മിക്ക സ്ഥലത്ത് നോക്കിയാലും ഇതുപോലെ കഞ്ഞിക്കടകൾ കാണാം. ഈ ചൂടത്ത് മരത്തിന്റെയൊക്കെ തണലിലിരുന്ന് കുറച്ച് കഞ്ഞിയും പയറും 2 മീൻ വറുത്തതും പപ്പടമൊക്കെ കഴിക്കുമ്പോൾ ഒരു സുഖ. അങ്ങനെ കഞ്ഞിയും കുടിച്ച് വണ്ടിയെടുത്ത് മുമ്പോട്ട് പോയപ്പോൾ ദേ ഫ്രണ്ടിൽ സ്റ്റോപ്പ്. ട്രെയിൻ പോയിട്ട് വേണം ഇനി പോകാൻ. മലമ്പുഴയിൽ നിന്ന് കഞ്ചിക്കോട് പോണ റോഡാണിത്. ഈ ഒരു ലെവൽ ക്രോസ് ഉണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ നല്ല റോഡാണിത്. പാലക്കാട് ടൗണിലെ ബ്ലോക്ക് ഒഴിവാക്കി നേരെ കഞ്ചിക്കോട് ഏരിയയിലേക്ക് എത്താം. അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോയി ഒരു ഡാം ഏരിയയിലെത്തി. വെങ്കലക്കയം ഡാം. ഒരു വലിയ ഡാമൊന്നുമല്ല, ചെക്ക് ഡാം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഇത്. വേണമെങ്കിൽ ആ ഡാമിന്റെ സൈഡിലൊക്കെ നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. നമ്മൾ അങ്ങോട്ട് പോയി നോക്കാം. പക്ഷെ പോകുന്ന വഴി എനിക്ക് കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മൾ പോയ കൊല്ലങ്കോട് ഇന്ത്യയിലെ ഏറ്റവും ഭംഗിയുള്ള ഗ്രാമങ്ങളുടെ ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ഥലമാണെന്ന് അറിയാലോ. അതുപോലെ അവിടുത്തെ നാട്ടുകാരും പഞ്ചപാവങ്ങളാണ്. ഈ പാലക്കാടൻ നന്മ എന്നൊക്കെ കേട്ടിട്ടില്ലേ, ആ നാട്ടുകാരെ കൊണ്ട് തന്നെ ദയവ് ഇത് ഇനി ഇങ്ങോട്ട് ആരും വരരുതേ എന്ന് പറയിപ്പിക്കണമെങ്കിൽ സഞ്ചാരികൾ മൂലം എത്ര ഉപദ്രവം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവും. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു, നമ്മൾ രാവിലെ പോയി കണ്ട ആ പാടവരമ്പത്തൊക്കെ മൊത്തം പ്ലാസ്റ്റിക്കും കുപ്പിയും ബിസ്ക്കറ്റും കവറും വേസ്റ്റും ഒക്കെ നിറഞ്ഞിരിക്കുന്നു. ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്തെ നശിപ്പിക്കാൻ സ്വബോധമുള്ള ഒരാൾക്കും പറ്റുമെന്ന് തോന്നുന്നില്ല. എന്റെ വേസ്റ്റ് എന്റെ ഉത്തരവാദിത്തമാണെന്നുള്ള ബോധം എല്ലാവർക്കും ഉണ്ടെങ്കിൽ ഒരു മുട്ടായി കടലാസ് പോലും വഴിയിലുണ്ടാവില്ല. നമ്മുടെ വീട്ടിലൊക്കെ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള ഓരോ മാർഗങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ കഴിക്കുന്ന ബിസ്ക്കറ്റിന്റെ കവറോ വെള്ളത്തിന്റെ കുപ്പിയോ ഒക്കെ ബാഗിലോ പോക്കറ്റിലോ കാറിലോ ഒക്കെ ഇട്ട് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടൂ. ഈ കാണുന്ന ഒരു പ്ലാസ്റ്റിക് കുപ്പി പോലും ഇല്ലാത്ത സ്ഥലമൊക്കെ അങ്ങനെ തന്നെ ഭാവിയിൽ നിലനിൽക്കട്ടെ. ശരിക്കും ഈ സ്ഥലം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സ്വസ്ഥമായിട്ട് വന്നിരിക്കാൻ പറ്റിയ നീറ്റായിട്ടുള്ള ഒരു സ്ഥലം. പക്ഷെ ഇത് വീഡിയോയിൽ കാണിച്ച കൊല്ലങ്കോടിന്റെ അവസ്ഥ ഇവിടെയും വരുമോ എന്നുള്ള പേടി ചെറുതായിട്ടുണ്ട് എന്ന് മാത്രം.
അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത വണ്ടി, നമ്മുടെ യാത്രയിലെ പുതിയ സാരഥി BMW 310 GS. പുതിയതല്ല, എൻ്റെ ഒരു സുഹൃത്തിന്റെ 15,000 കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. എൻ്റെ കൈ കിട്ടിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 മാസമായി. 5,000 കിലോമീറ്റർ ഇതുവരെ ഓടി കഴിഞ്ഞു. കഴിഞ്ഞ വയനാട് ട്രിപ്പും അതിനു മുമ്പ് ബാംഗ്ലൂരും ഗണ്ടിക്കോട്ടയും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും ഓടിച്ചിട്ട് വേണമല്ലോ വണ്ടിയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാൻ. എന്തുകൊണ്ട് ഈ വണ്ടി എന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് പോയിന്റ് ഇതിന്റെ കംഫർട്ട്. എത്ര ലോങ് പോയാലും മടുക്കാത്ത സസ്പെൻഷനും സീറ്റും. സെക്കൻഡ് പോയിന്റ് ഇതിന്റെ ലുക്ക്. ഈ സെഗ്മെന്റിൽ വേറൊരു വണ്ടിക്കും എനിക്ക് ഈ ലുക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഈ വണ്ടിയുടെ ലുക്ക് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ PPF ചെയ്തിട്ടുണ്ട് കേട്ടോ. PPF എന്ന് പറയുമ്പോൾ പെയിന്റ് പ്രൊട്ടക്ഷൻ ഫിലിം. അതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിച്ചാൽ, സിമ്പിൾ ആയിട്ട് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ കാണുന്നത് ബ്ലാക്ക് കളർ മെറ്റൽ പീസിൽ ഈ ഫിലിം ഒട്ടിച്ചതാണ്. അതിൽ മെറ്റലിന്റെ തന്നെ ഒരു ബ്രഷ് കൊണ്ട് സ്ക്രാച്ച് വീഴ്ച നോക്കാം. മൊത്തത്തിൽ സ്ക്രാച്ച് വീണ ഈ സ്ഥലത്ത് ഇനി ഹീറ്റർ വെച്ചിട്ടൊന്ന് ഹീറ്റ് ചെയ്യുമ്പോൾ കണ്ടോട്ടോ, ഒരു പാട് പോലും ഇല്ലാതെ കംപ്ലീറ്റ് സ്ക്രാച്ചും തന്നെ ശരിയായി. ഇതാണ് ഈ PPF ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. ഇങ്ങനെ ഹീറ്റ് ചെയ്യണമെന്നൊന്നുമില്ല, ചുമ്മാ വെയിൽ കൊള്ളുമ്പോൾ തന്നെ സ്ക്രാച്ചൊക്കെ തന്നെ മാഞ്ഞു പോയി വണ്ടി നല്ല തിളങ്ങി നിൽക്കും. ഈ PPF എന്താ, അതൊരു വലിയ പ്രോസസ്സാണ്. ആദ്യം വണ്ടിയെ നല്ല വൃത്തിയായിട്ട് കഴുകി ഒരു ഗമ്മ് പോലത്തെ മെറ്റീരിയൽ കൊണ്ട് വണ്ടിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചെറിയ കരട് വരെ മാറ്റിക്കളഞ്ഞ് വണ്ടി ഒന്ന് പോളിഷ് ചെയ്യും. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ ഫിലിം ഒട്ടിക്കുന്നത്. ഈ ഫിലിം ഒട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു കലയാട്ടോ. ഒരു ചെറിയ കരട് പോലും അകത്ത് കയറാതെ, എയർ ബബിൾസ് വരാതെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ എല്ലാം സെറ്റാണെന്ന് ആദ്യം തോന്നും, പക്ഷെ പിന്നെ പതുക്കെ ബബിൾസ് ഒക്കെ വന്ന് വൃത്തികേടാവും. നല്ല എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമാണ് നല്ല വൃത്തിയായിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ കാക്കനാടുള്ള റോഷോ എന്ന സ്ഥാപനത്തിലാണ് ഇത് ചെയ്തത്. അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ ചെയ്തു തന്നു കേട്ടോ. ഇത് കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് കാറുകൾ മാത്രമേ പൊതുവെ ചെയ്യാറുള്ളൂ, അല്ലെങ്കിൽ പ്രീമിയം സെഗ്മെന്റിലുള്ള ബൈക്കൊക്കെയാണ് ചെയ്യാറ്. നമ്മുടെ വണ്ടിയിൽ ചെറിയൊരു സ്ക്രാച്ച് പോലും വരരുത് എന്ന് ഓർത്ത് വണ്ടിയൊക്കെ സ്നേഹിച്ച് ഉപയോഗിക്കുന്നവർക്ക് ഈ PPF ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അത് നല്ല പ്രൊഫഷണൽ ടീമിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെങ്കിൽ കാക്കനാടുള്ള റോഷോയെ ഏൽപ്പിച്ചാൽ നല്ല വൃത്തിയായിട്ട് ചെയ്തു തരും. പിന്നെ ഈ ഒട്ടിക്കുന്ന ഫിലിമിന്റെ ബ്രാൻഡും ക്വാളിറ്റിയും ഒക്കെ പല സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും. മെറ്റീരിയലിന്റെ ക്വാളിറ്റിയും വാറണ്ടിയും ഒക്കെ ആദ്യം ചോദിച്ചിട്ട് വേണം വർക്ക് ചെയ്യിപ്പിക്കാൻ. കാരണം PPF ചെയ്യാൻ ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും വെങ്കലക്കയം ഡാമിലേക്ക് തിരിച്ചു വരാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലം. ഒരു സൈഡ് മൊത്തം തെങ്ങും, ഇവിടുന്ന് കുറച്ചുകൂടെ മുമ്പിലേക്ക് പോയാൽ അപ്പുറത്തെ സൈഡ് മൊത്തം പനയായിട്ട് ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലം. ഒരു കുപ്പിയോ പ്ലാസ്റ്റിക്കോ പോലും ഇല്ലാതെ നല്ല വൃത്തിയായിട്ട് കിടക്കുന്നു. പിന്നെ ഈ വീഡിയോ കാണുന്നവരിൽ കുട്ടികളുണ്ടെങ്കിൽ അവരോടൊരു കാര്യം, നിങ്ങൾ ഒരിക്കലും ഇതുപോലെയുള്ള ഒരു സ്ഥലത്തോ റോഡരികിലോ പോകുന്ന വഴിക്കൊന്നും ഒരിക്കലും വേസ്റ്റ് ഇടരുത് കേട്ടോ. നിങ്ങൾ ഇടരുതെന്ന് മാത്രമല്ല, അമ്മയോ അച്ഛനെയോ ഒന്നും പബ്ലിക് സ്ഥലത്ത് ഒരിക്കലും വേസ്റ്റ് ഇടാൻ സമ്മതിക്കുകയും ചെയ്യരുത്. ഇനി നിങ്ങൾ ഈ വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറഞ്ഞു തരാം. ഇത് കംഫർട്ടിന്റെ കാര്യത്തിൽ ബെസ്റ്റ് ഇൻ ക്ലാസ് ആയതുപോലെ തന്നെ സർവീസ് കോസ്റ്റിന്റെ കാര്യത്തിലും ബെസ്റ്റ് ഇൻ ക്ലാസ് ആണ്. ഞാൻ വണ്ടി എടുത്ത് 1 മാസം കഴിയുമ്പോഴാണ് തേർഡ് സർവീസ് ചെയ്തത്. ഓൾമോസ്റ്റ് 23,000 രൂപയായി എനിക്ക് തേർഡ് സർവീസിന്റെ കോസ്റ്റ്. സെക്കൻഡ് സർവീസിന് ആവറേജ് 12,000 ആണ് ചെലവ് വരിക. ഓരോ 10,000 കിലോമീറ്റർ ആണ് സർവീസ് ഇന്റർവെല്. അതിന്റെ കോസ്റ്റ് ഒന്നിടവിട്ട് 12,000, 22,000 അങ്ങനെ മാറി മാറി വരും. ഇനി എഞ്ചിൻ സൈഡ് പറയുകയാണെങ്കിൽ ഫുള്ളി റിഫൈൻഡ് ആയ പെർഫെക്റ്റ് എഞ്ചിനായിട്ട് എനിക്ക് തോന്നിയിട്ടേ ഇല്ല. KTM 390 അഡ്വഞ്ചറിന്റെ എഞ്ചിൻ ആയിട്ടുള്ള ഒരു കമ്പാരിസണിൽ KTMന്റെ എഞ്ചിൻ കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ബ്രേക്കിംഗ് എബിലിറ്റിയും സസ്പെൻഷനും സീറ്റിംഗ് പൊസിഷനും വണ്ടിയുടെ ലുക്കും അങ്ങനെ എല്ലാം കൂടെ നോക്കുമ്പോൾ 310 GS ഒരു കിടിലൻ വണ്ടിയാണ്. കുറച്ചും കൂടെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് പറയാനുണ്ട്, പക്ഷെ അതും കൂടെ പറയാൻ തന്നാൽ വല്ലാതെ നീണ്ടുപോകും. അടുത്ത എപ്പിസോഡിൽ അതിനെക്കുറിച്ച് പറയാം. നമ്മളിപ്പോൾ ചെല്ലഞ്ചേട്ടന്റെ ചായക്കടയുടെ മുമ്പിലെത്തി. ഈ വഴി കൂടെ നേരെ മുമ്പിലേക്ക് പോകുമ്പോൾ ഒരു കളവുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോവാം. ഇതാണ് കളം, പെരിങ്ങോട്ടുശ്ശേരി കളം. രാവിലെ പറഞ്ഞ പോലെ ഈ കളം എന്ന് പറഞ്ഞാൽ വളവും കൃഷി സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലം എന്നാണ് അർത്ഥം. പാലക്കാടിന്റെ ഭംഗിക്ക് ഒരു കോട്ടവും തട്ടാത്ത, മനസ്സിന് സന്തോഷം തോന്നിക്കുന്ന ഒരു ലൊക്കേഷൻ. തൊട്ടു മുമ്പില് നെൽപ്പാടവും അതിനപ്പുറത്ത് നെല്ലിയാമ്പതി മലനിരകളും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ഈ പാറയുടെ മുകളിൽ പണിത ഒരു തനി നാടൻ കെട്ടിടം. പണ്ട് ഇവിടെ കാളയും കലപ്പയൊക്കെ സൂക്ഷിച്ച്, പിന്നെ അങ്ങനെ കാളയൊക്കെ ഇല്ലാതായപ്പോൾ ഉപയോഗിക്കാതെ കിടന്നായിരുന്നു. ഈ കൊല്ലങ്കോടിന്റെ ഭംഗി ഫേമസ് ആയപ്പോൾ ഈ കളം കാണാനും ആൾക്കാരൊക്കെ ഒരുപാട് വരാൻ തുടങ്ങി. അതിൽ മിക്കവർക്കും ഇവിടെ ഇരുന്നൊരു ചായ കുടിക്കാൻ ആഗ്രഹം. അങ്ങനെ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഇവിടെയുള്ള ഈ ഓണറിന്റെ 2 പെൺമക്കള് ചായയും പൊക്കവടയും കൊടുക്കാൻ തുടങ്ങി. ഈ ഗ്രാമീണത തുളുമ്പുന്ന കളത്തിന്റെ മുമ്പിൽ നിലത്തിരുന്നൊരു കട്ടൻ ചായയും പക്കവടയും. ഞാൻ ഇങ്ങനത്തെ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ടാണോ എന്നറിയില്ല, വല്ലാത്തൊരു ഹാപ്പിനെസ് ആണ് എനിക്ക്.
ഇവിടെ ഇപ്പോൾ ചായയും പക്കവടയും മാത്രമല്ല നല്ല നാടൻ കപ്പ വേവിച്ചത് മീൻകറിയും കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും ഇവര് റെസ്റ്റോറന്റ് നടത്തുന്നവരൊന്നും അല്ല കേട്ടോ, രണ്ടുപേരും ടീച്ചർമാരാ. ഇവരോട് സംസാരിച്ചുകൊണ്ടിരുന്നാൽ പോരാൻ തോന്നില്ല. ഇതൊരു ബിസിനസ് മൈൻഡിൽ ചെയ്യുന്ന അല്ലാത്തതുകൊണ്ട് തന്നെ ഭക്ഷണത്തിനൊക്കെ ചെറിയ ചാർജേ ഉള്ളൂ. ഇവിടെ വരുന്നവര് ഈ ടീച്ചർമാരോട് സംസാരിക്കാതെ തിരിച്ചു പോരുത് കേട്ടോ. നല്ല നാടൻ കപ്പി, മുളകിട്ട മീൻകറി, നല്ല കടുകും മുളകും. കട്ടൻ ചായയൊക്കെ കുടിച്ച് കളത്തിന്റെ പുറകിലേക്കൊക്കെ വന്ന് ഈ പാടത്തിലൂടെ ഒക്കെ നടന്ന് ഇത് സൂര്യൻ അസ്തമിക്കാറായി. അപ്പോൾ അവിടുന്ന് ഇറങ്ങി ഇനി കുറച്ചും കൂടെ മുമ്പിലേക്ക് പോയപ്പോൾ ഈ പാടത്തിന്റെ സൈഡിൽ ഒരു മയില് നിൽക്കുന്നു. പാലക്കാടൊക്കെ ഇപ്പൊ എവിടെ നോക്കിയാലും മയില് കോമൺ ആണെങ്കിലും പുള്ളിയെ നോക്കി ഒരു 5 മിനിറ്റ് അവിടെ നിന്നപ്പോൾ അങ്ങേര് ആട്ടം തുടങ്ങി. കുറെ നാളായിരുന്നു മയിലാട്ടം കണ്ടിട്ട്. എണയെ ആകർഷിക്കാനുള്ള പരിപാടിയാണ് ഈ പീലി വിരിച്ചുള്ള ആട്ടം. മയിലിന്റെ ആട്ടമേറ്റു എണകൾ ആകർഷിക്കപ്പെട്ട് അടുത്തേക്ക് വരുന്നുണ്ട്. മയിലിനെയൊക്കെ കാണാൻ രസമാണെങ്കിലും കർഷകർക്ക് ഇവരൊരു വലിയ ഉപദ്രവകാരിയാണോ. പൊതുവെ നെൽകൃഷി നശിപ്പിക്കാറില്ല, പക്ഷെ മിക്ക പച്ചക്കറിയും ആള് കൊത്തി തിന്നും. പണ്ടത്തേക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ മയിലിന്റെ എണ്ണം ഒരുപാടുള്ളതുകൊണ്ട് കർഷകർക്ക് ഇവരെ കൊണ്ട് ഇപ്പൊ വലിയ ശല്യമാണ്. കുറച്ചു നേരം അവിടെ നോക്കി നിന്ന് നമ്മളൊരു ചെറിയ മല കയറാൻ പോവുകയാണ്, വാമല. അതിന്റെ മുകളിൽ ഒരു ചെറിയ ക്ഷേത്രമൊക്കെ ഉണ്ട്. നമ്മൾ കേബിൾ കാറിൽ പോയപ്പോൾ കണ്ട പോലെ പാലക്കാടൻ നെൽപ്പാടങ്ങളുടെ മുകളിൽ നിന്നുള്ള ഭംഗി കാണാൻ പറ്റും. കുറച്ച് ദൂരം കയറാനുണ്ട് കേട്ടോ, അത്ര ഈസി ഒന്നുമല്ല. പക്ഷെ മുകളിലൊരു ചെറിയ ക്ഷേത്രം ഉള്ളതുകൊണ്ട് ഇതുപോലെ സ്റ്റെപ്സ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ കാണുന്നതാണ് വാമലയുടെ ടോപ്പ്. നമുക്ക് അങ്ങോട്ട് പോവാം. സൂര്യനാണെങ്കിൽ ഓൾമോസ്റ്റ് താന്നു, ലൈറ്റും പോകാറായി. പിന്നെ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ വാമല ടെമ്പിൾ എന്നൊക്കെ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ഹൃദയം ഷൂട്ട് ചെയ്ത വാമല ക്ഷേത്രം ആയിരിക്കും കാണാം. ഈ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇവിടെ എത്തിയപ്പോൾ ഓൾറെഡി 5-6 പേര് ഇവിടെ ഉണ്ടായിരുന്നു. ഈ വൈകുന്നേര സമയത്ത് പാലക്കാടിന്റെ ചൂടൊക്കെ മാറുമ്പോൾ ഒരു കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ മലയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചയൊക്കെ നോക്കി നിൽക്കാൻ ഒരു പ്രത്യേക വൈബാ. നെൽപ്പാടങ്ങൾ തന്നെയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച. ഈ കാണുന്നത് പാലക്കാട്ടെ പല്ലശ്ശന എന്നുള്ള ഗ്രാമമാണ്. കൊല്ലങ്കോടും തേങ്കുറിശ്ശിയും ഈ പല്ലശ്ശനയൊക്കെയാണ് ഇപ്പോഴും ഗ്രാമഭംഗി അതേപോലെ നിലനിർത്തുന്ന സ്ഥലങ്ങൾ. പിന്നെ ഈ ഗ്രാമഭംഗിയൊക്കെ കാണാൻ വരുമ്പോൾ സ്റ്റേ ചെയ്യാൻ ഒരു ചെറിയ ടൗൺ എന്ന് പറയാൻ കൊല്ലങ്കോടാണ് പറ്റുള്ളൂ. ഒരു ഭേദപ്പെട്ട ഹോട്ടലും 2 ലോഡ്ജും ആണ് കൊല്ലങ്കോടുള്ളത്. അല്ലെങ്കിൽ പിന്നെ പാലക്കാട് പോകണം സ്റ്റേ ചെയ്യണമെങ്കിൽ. ഈ ഒരു ട്രാവൽ സ്റ്റോറിയിൽ പാലക്കാടിനെ ഫുള്ളായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. അത് പ്രാക്ടിക്കലും അല്ല കേട്ടോ. ഇപ്പം തന്നെ 1/2 മണിക്കൂറോളം ഉണ്ടായിട്ടും പാലക്കാട് കൊല്ലങ്കോട് ഏരിയ മാത്രമേ കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ആയതുകൊണ്ട് തന്നെ നെല്ലിയാമ്പതിയും സൈലന്റ് വാലിയും അട്ടപ്പാടിയും അങ്ങനെ പരന്ന് വിശാലമായിട്ട് കിടക്കുകയാണ് നമ്മുടെ പാലക്കാട്. ഇതൊന്നും ഒരിക്കലും ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല. അപ്പോൾ രാത്രിയായി, ഇനി തിരിച്ചിറങ്ങിയിട്ട് രാവിലെ നേരെ കൊടൈക്കനാൽ പോകണം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കൊടൈക്കനാലിന്റെ വിശേഷങ്ങൾ കാണാം. ബൈ.